പ്രകാശ് സാറ്? അതെ. ഇത് ദേവികയുടെ വീടല്ലേ? അതെ, ദേവിയച്ചിയുടെ അനിയത്തിയാ ഞാൻ. ഓ, അച്ഛനിവിടെ ഇല്ലേ? ഒന്ന് കാണാൻ വേണ്ടി വന്നത്. ഉണ്ട്, വരണം സർ. ആ, അമ്മേ, പ്രകാശ് സാർ വന്നിട്ടുണ്ട്. നമസ്കാരം. അമ്മേ, സീരിയലിലൊക്കെ അഭിനയിക്കുന്ന... ആ, എനിക്കറിയാം. ചന്ദ്രോത്തുമായി എന്തോ ബന്ധമുണ്ടല്ലേ? അതെ, ഗിരീഷേട്ടന്റെ കസിനാ ഞാൻ. ചന്ദ്രോത്തെ രജനി ചേച്ചി വിവാഹം കഴിക്കാൻ പോകുന്നത് ഗിരീഷേട്ടനാ. ഞാൻ ചന്ദ്രോത്ത് പലവട്ടം പോയി. ദേവി എനിക്ക് നന്നായിട്ട് അറിയാം. ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചല്ലേ. ഇരിക്കാം. ഞാനും ഗിരീഷേട്ടനും പല പ്രാവശ്യം ആലോചിച്ചതാ ഇങ്ങോട്ട് വരണമെന്ന്. പക്ഷേ ഇവിടുത്തെ വിഷമങ്ങളും പ്രയാസങ്ങളും ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ മനസ്സ് വന്നില്ല. വരുന്നതൊക്കെ അനുഭവിച്ചല്ലേ പറ്റൂ സാറേ. ആ മോളെ, അച്ഛനെ വിളിക്കേ. ദേവിക ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. എന്റെ അപ്പച്ചി ഗിരീഷേട്ടന്റെ അമ്മയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു. നല്ല കാര്യങ്ങൾ മാത്രമേ ദേവിക പറഞ്ഞു കേട്ടിട്ടുള്ളൂ. എൻ്റെ മോൾ അങ്ങനെയാ സാറേ. അവളെ ദ്രോഹിക്കുന്നവരെ പോലും അവൾ സ്നേഹിക്കും. സാർ ഇരിക്കേ. ആ, ഇരിക്കാം. സർ, ചായ എടുക്കട്ടെ? ഏയ് വേണ്ട, ഒന്നും വേണ്ട. പാവം ദേവിക, ഇത്രയും കാലം ആ കുട്ടി കാണാതെ നിങ്ങളിങ്ങനെ... നല്ലത് ചെയ്യുന്നവർക്കാ ഇപ്പൊ കഷ്ടകാലം. മീരെ ആരാ കൊന്നതെന്ന് പോലും അറിയില്ല. പക്ഷേ എല്ലാവരും നേരത്തെ കൂട്ടി തീരുമാനിച്ചു ദേവികയാണ് കുറ്റവാളിയെന്ന്. അല്ല, നന്ദൻ അറിയായിരിക്കുമല്ലോ ദേവി എവിടെയാണെന്ന്. ഇല്ല സാറേ, നന്ദമോനും അറിയില്ല. ഇപ്പോ നന്ദനെ എല്ലാവരും കൂടെ സംശയിക്കുന്നതുകൊണ്ട് മാറി നിൽക്കുന്നല്ലേ. ചിലപ്പോ ചന്ദ്രോത്തെ സിദ്ധാർത്ഥൻ സാറിനും രജനി മോൾക്കും ഒക്കെ കാര്യങ്ങൾ അറിയായിരിക്കും. സാറ് ചന്ദ്രോത്തേക്ക് ഇപ്പോഴെങ്ങാൻ പോയിരുന്നോ? ഇല്ല, മീരയുടെ മരണം മുതൽ മിക്കവാറും ബലരാമൻ സാറിന്റെ വീട്ടിൽ പോവായിരുന്നു ഞാൻ. ഓ, അതിൻ്റെ ഒരു ദേഷ്യവും വെറുപ്പും ഒക്കെ സിദ്ധാർത്ഥൻ സാറിന്റെ വീട്ടിലെ എല്ലാവർക്കും ഉണ്ടാവാം. മോളെ കാണാതായ പിന്നെ ഞങ്ങൾക്കും അവിടുത്തെ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് അറിയില്ല. ഒരുപക്ഷെ ദേവികയും നന്ദനും എവിടെ ഉണ്ടെന്ന് അവിടെയുള്ളവർക്ക് അറിയാമായിരിക്കും അല്ലേ? ഏയ്, അങ്ങനെ എന്തെങ്കിലും അറിയാമായിരുന്നെങ്കിൽ ഞങ്ങളോട് പറയില്ലേ? എന്താന്ന് ഒന്നും അറിയില്ല. അവിടെ ചെന്ന് അന്വേഷിക്കാന്ന് വെച്ചാ അതിനും പറ്റില്ലല്ലോ ഞങ്ങൾക്ക്. എന്തായാലും ഞാൻ അവിടെ വരെ ഒന്ന് പോവാം, കാര്യങ്ങളൊന്ന് അന്വേഷിക്കാം. അവിടെ പോയാ എല്ലാം അറിയാൻ സാധിക്കും സാറേ. ശരിക്കും പറഞ്ഞാ അങ്ങോട്ട് പോകുന്നതിൽ മനസ്സും അനുവദിക്കുന്നില്ല. എങ്കിലും ഈ ഒരു അവസ്ഥയിൽ അങ്ങോട്ട് പോവാതിരിക്കാനും വയ്യല്ലോ. എങ്കിലും അവിടെ ചെന്നിട്ട് കാര്യങ്ങൾ അറിയാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്തെങ്കിലും അറിയുകയാണെങ്കിൽ വിളിച്ചറിയിക്കണേ സർ. ഞാൻ അറിയിക്കാം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.